ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത. ചിന്തകളിൽ നിന്ന് മോചനം ലഭിക്കണം. അതിന് സാധ്യമാണോ? സാധ്യമാണ്. അതിനായി ആദ്യം ഈ നിമിഷങ്ങളിൽ നിലനിൽക്കുവാൻ പരിശീലനം നേടണം. എന്തും പരിശീലനത്താൽ നേടിയെടുക്കാൻ സാധ്യമാണ്, ആത്മസാക്ഷാത്കാരം ഒഴിച്ച്. ഈ നിമിഷത്തിൽ നിലനിൽക്കുവാനാണ് നാം സാധന അനുഷ്ഠിക്കുന്നത്. സാധന ചെയ്തിട്ടും ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ ഒട്ടും സാധ്യമല്ലെങ്കിൽ ഓർക്കുക, ചെയ്യുന്നത് സാധനയല്ല, വെറും യാന്ത്രികമായ പ്രവൃത്തി മാത്രമായിരിക്കും. ആത്മസാക്ഷാത്കാരം എന്ന ഒറ്റ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രം സാധന അന്വേഷിച്ചാൽ മതി. അല്ലാതെ മനസ്സുഖം കിട്ടാനും രോഗം മാറാനും വേണ്ടി സാധന ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല സാധന. സാധകന് ഒറ്റ ലക്ഷ്യമേ പാടുള്ളൂ, ആത്മസാക്ഷാത്കാരം. അതിന് മാത്രമാണ് സാധന. ഈ നിമിഷത്തിൽ വർദ്ധിക്കുന്ന ചിന്തകൾ നിയന്ത്രിക്കുന്നവനായി മാറും. ചിന്തകൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ തടയുന്നത് നമ്മുടെ നിർവചനങ്ങളെയാണ്. അവയാണ് ജീവാത്മാവിന് ഏറെ ദോഷകരമായി മാറുന്നത്. ഇത് ഒരു സാധകൻ തിരിച്ചറിയണം. ഈ നിമിഷത്തിൽ നിലനിന്ന് സ്വയം സുരക്ഷിതനാകണം. അതിന് സാധകന് വേണ്ടത് നിങ്ങളെ തന്നെ നിർവചിക്കാനുള്ള പ്രവണതയിൽ നിന്നും മുക്തി നേടുക എന്നതാണ്. ഓർക്കുക, കൃത്യമായി പരിശോധിച്ചാൽ ഓരോ ചിന്തയും ഓരോ നിർവചനങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാൻ എന്താണ് കാര്യം? ചിന്തകൾ എന്ന വാക്കിനേക്കാൾ ഗൗരവവും ശ്രദ്ധയും കിട്ടാൻ, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ അതിനെ നിർവചനം എന്ന് തന്നെ പറയണം. നോക്കൂ, നമ്മളിലെ എല്ലാ നിർവചനങ്ങളും സ്വന്തം ശരീരത്തിനും അതിൻ്റെ പ്രകടനങ്ങൾക്കും വേണ്ടി മാത്രം നാം പടച്ചുവിടുന്നതാണ്. അത് നമ്മുടെ കർമ്മത്തെ സ്വാധീനിക്കും. ശരിയായ നിരീക്ഷകൻ ആ നിർവചനത്തിൻ്റെ പ്രാമാണികത നേടും. ഇത് ഏത് ദർശനത്തിൻ്റെ, ഏത് ആശയത്തിൻ്റെ പിൻബലത്താലാണെന്ന് നാം പരിശോധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോൾ അറിയും ആ നിർവചനത്തിൻ്റെ പൊള്ളത്തരം. മനസ്സിൻ്റെ കളി അപ്പോൾ തന്നെ കയ്യോടെ പിടികൂടാം. പ്രാമാണികത ഉണ്ടാവണം ഓരോ നിർവചനത്തിനും. അപ്പോൾ മാത്രമേ ചിന്തകൾ ഹനിക്കുവാൻ സാധിക്കൂ. അപ്പോൾ മാത്രമേ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ സാധിക്കൂ. ഓർക്കുക, നമ്മുടെ മനസ്സ് അടിസ്ഥാനരഹിതമായി പ്രാപഞ്ചിക സത്യത്തിന് വിരുദ്ധമായി പ്രാമാണികതയില്ലാത്ത പൊട്ട നിർവചനങ്ങൾ നടത്തുന്നത് എന്തിനാണ്? ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ അത് ശരീരത്തിനോടുള്ള അഭിനിവേശമാണ്. സ്വന്തം ശരീരത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം കസരത്തുകൾ മനസ്സ് കളിക്കുന്നത്. ഈ വല്ലാത്ത അഭിനിവേശം ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു സാധകൻ എവിടെ നിലനിൽക്കും? ഒന്ന് ചിന്തിച്ച്. അപ്പോൾ സാധകൻ തങ്ങളുടെ സ്വാഭാവികത അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതും സ്വയമേവ വളരെ അനായാസമായും അവൻ മടങ്ങിയെത്തും. ഓർക്കുക, വീണ്ടും ഓർക്കുക. ഇതിനായി അവൻ ചെയ്തത് ഇത്രമാത്രം: നിർവചനങ്ങളെ പൊളിച്ചടുക്കി, അത്രമാത്രം. ഹരിയും അവധൂജി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വൃത്തത്തിലെ ശൂന്യത. പിന്നെ ഇവിടെ എങ്ങനെയാണ് മനസ്സിലെ പിന്നെ ചിന്തകളിൽ നിന്ന് മുക്തനാകുന്നതെന്ന് ഉള്ളതിനെ ആസ്വദിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മീ ടു മീ മെഡിറ്റേഷൻ ക്യാമ്പിൽ പിന്നെ ഈ ധ്യാന വിധികൾ നടക്കുമ്പോൾ, അവിടെ ഗുരുജിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ നമ്മൾ പലതരം പിന്നെ ധ്യാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗുരുജിയുടെ മാർഗം ധ്യാനമാണ്. ജ്ഞാനത്തിലോട്ടെത്താൻ, നമ്മുടെ ആ സാഖ്യയോഗത്തിലോട്ട് ചെന്നെത്താൻ ആ ധ്യാനമാണ് മാർഗം. അപ്പോൾ ധ്യാനത്തിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ധ്യാനം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇതിനകത്തൊക്കെ ഡെയിലി പോസ്റ്റിങ്സിലൊക്കെ ഇത് വരുന്നെങ്കിലും ഇത് പിന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള മാർഗമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പം പലതരം നമ്മുടെ മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വൺ ഇസ് ദാറ്റ് what you call that ആദിനാഥ് മെഡിറ്റേഷൻ, ത്രിപുര മെഡിറ്റേഷൻ, വാക്കിംഗ് മെഡിറ്റേഷൻ, വിറ്റ്നസ്സർ മെഡിറ്റേഷൻ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ഇവിടെ ആക്ടിവിറ്റി ഉണ്ട്. ഈ ബോഡി ആക്റ്റീവായിരിക്കും, പിന്നെ മൊബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പം മനോപൂർണതയോടാണ് ചെയ്യുന്നത്. തുടർച്ചയായിട്ട് 4 മണിക്കൂറിന് വിത്തൗട്ട് ഇൻ ടോട്ടൽ സൈലൻസ്, പൂർണ്ണ നിശബ്ദതയിലാണിത് ചെയ്യുന്നത്.
4 മണിക്ക് തുടങ്ങിയാൽ 8 മണി വരെ പൂർണ്ണ നിശബ്ദതയിൽ ചെയ്യുമ്പം ആ പിന്നെ മനോപൂർണതയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന ആ മനോപൂർണതയിൽ ചെയ്തു വരുമ്പം തുടക്കത്തിൽ ഗുരുജിയുടെ ഇൻസ്ട്രക്ഷൻ കേൾക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ മനസ്സിനെ അവിടെ ഈ നിമിഷത്തിൽ നിന്ന് ഫോക്കസ് ചെയ്ത് അതിൽ നിൽക്കുമ്പം മനസ്സ് പാസ്റ്റിലോട്ടും പോകില്ല, ഭാവിയിലോട്ടോ ഭൂതകാലത്തിലോട്ട് പോകാതെ ആ നിമിഷത്തിൽ ഓരോരോ നിമിഷം ആ പ്രസൻറ്റിൽ നിന്ന് പോകുമ്പം ഒരു ടൈംലെസ്നെസ് പോലെയാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ മെഡിറ്റേഷൻ വേറെ ഒരു ഡയമെൻഷനിലാണ് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ പലരും അതിശയപ്പെടും, 4 മണിക്കൂർ നമ്മളിത് ചെയ്തല്ലോ എന്ന്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് സൈലൻ്റായി വരുന്നതാണ്. കാരണം പാസ്റ്റിലോട്ടോ ഫ്യൂച്ചറിലോട്ടോ പോകാതെ ഇപ്പം പ്രസൻറ്റിൽ നിൽക്കുമ്പം മൈൻഡ് സൈലൻ്റ് ആകുമ്പം അവിടെ ഒരു ധ്യാനാത്മക മനസ്സാണ് ഉണ്ടാവുന്നത്. ആ ധ്യാനാത്മക മനസ്സുണ്ടാവുമ്പോൾ ആണ് നിരീക്ഷണം നമ്മളിൽ ശരിക്കും ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ വൃത്തത്തിലെ ശൂന്യത അത് തന്നെയാണ് പറയുന്നത്. മനസ്സിൻ്റെ ചിന്തകൾ, മനോവൃത്തികളിൽ നിന്ന് മുക്തനാവണമെങ്കിൽ ഈ നിമിഷത്തിൽ വർത്തിക്കണം. പക്ഷേ എന്നിട്ട് ഇത് ചെയ്യുന്നവർ, സാധന കുറേ കാലമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ചിലർ പറയും ബുദ്ധിമുട്ടുണ്ട് ഈ നിമിഷത്തിൽ നിൽക്കാൻ. അതിൻ്റെ അർത്ഥം അവർ സാധന അല്ല ചെയ്യുന്നത്. പലരും ചിന്തിക്കുന്നത് സാധന അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നിൽക്കുന്നത് ഈ രോഗത്തിൽ നിന്ന് മുക്തനാകാനോ അല്ലെങ്കിൽ മനോസുഖത്തിനുള്ളതല്ല ധ്യാനം. ഇവിടെ നമ്മുടെ ഗുരുജിയുടെ ആ സിലബസ് പ്രകാരം നോക്കിയാൽ ഇറ്റ്സ് ഓൺലി ആത്മസാക്ഷാത്കാരത്തിന് മാത്രമാണിത്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇതല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, നമ്മുടെ പിന്നെ എന്താണ് ലക്ഷ്യം ഉറച്ചിട്ടില്ല. ആ ലക്ഷ്യം ഉറയ്ക്കാത്തതും കൊണ്ടാണ് നമ്മൾ പിന്നെ അത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി വേണം ഒരു സാധകന്. പിന്നെ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ മീ ടു മീ എന്ന് പറയുമ്പം ആ താണം മനസ്സിൽ നിന്നും ആ സത്യമായ ഞാൻ, അതായത് ഒരു സെൽഫ് എൻക്വയറി നടത്തി അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു മാർഗമാണത്. അപ്പം നമ്മളോട് തന്നെ നമ്മൾ സത്യം പുലർത്തി നമ്മുടെ മനോതലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനോതലത്തിൽ നിന്നും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത ആ മൈൻഡ് നിശ്ചലമാകണം. കാരണം ആത്മാവിനെ കുറിച്ച് പറയുന്ന അതാണ്, നിശ്ചല തത്വമാണത്. അപ്പോൾ ആ സൈലൻസിൽ വരണം. അത് വരണമെങ്കിൽ ശരിക്കും ആ നിരീക്ഷകൻ്റെ ആ പ്രാധാന്യം അവിടെ വരുന്നു. അതായത് ഈ നിമിഷത്തിൽ നിൽക്കാനായിട്ട് ഗുരുജി നമുക്ക് പിന്നെ ഇതും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മെഡിറ്റേഷൻ തന്നെ നമുക്കൊരു പിന്നെ ഒരു പരിശീലനമല്ലേ. ആ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്നു. ഇത് തന്നെയാണ് ടേക്ക് ഹോം വർക്കും നമുക്ക്. അതായത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ ഭൗതികരാണ്, നല്ല കാര്യം. കാരണം നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും, നിത്യകർമ്മത്തിലും നമ്മൾ ആ ശ്രദ്ധ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, നിരീക്ഷിക്കാൻ ഉള്ള ആ പ്രവണത ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരോ വർക്കിലും നമ്മളെ അപ്പോൾ ഒന്നും വിട്ടിട്ട് പോകണ്ട. ഒരു ഭൗതികൻ അവൻ്റെ പിന്നെ ഡെയിലി ലൈഫിൽ ഒഫീഷ്യലായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രഹത്തിലായിക്കോട്ടെ ചെയ്യുന്ന ഓരോ കർമ്മം ആത്മാർത്ഥതയോട് ചെയ്യുമ്പം പ്രസൻറ്റിൽ നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വർക്കിൽ ടോട്ടലി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പം പാസ്റ്റിലോട്ടും പോയില്ല മൈൻഡ്, പ്രസൻറ്റിലോട്ടും പോകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ആ പിന്നെ ഈ നിമിഷത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എന്താണോ ഇവിടെ ധ്യാന വിധിയിൽ നമ്മൾ പഠിച്ചത് അത് ടേക്ക് ഹോം വർക്കായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ നിരീക്ഷകനെ അതായത് അല്ലെങ്കിൽ വിവേകബുദ്ധിയെ വളർത്താം. എന്നിട്ട് വിവേകബുദ്ധിയെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് വിവേചിച്ചറിയുന്നതാണ്. അപ്പോൾ നമ്മളെ വിലയിരുത്താൻ നമ്മുടെ മനസ്സ് കള്ള മനസ്സാണ്, നമ്മളെ കളിപ്പിക്കും. അപ്പോൾ അത് നിരീക്ഷിക്കാൻ നമുക്ക് പറ്റും.
അതാണ് പിന്നെ ഈ തിയറിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുജി. പ്രാക്ടിക്കൽ വഴി നമുക്ക് സപ്പോർട്ടും തരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് വീട്ടിൽ ചെയ്യുമ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഭൗതിക കർമ്മങ്ങളായിക്കോട്ടെ, ഈവൻ പിന്നെ ആത്മീയ പിന്നെ ധ്യാനം ചെയ്യുമ്പോഴും ഉപകരിക്കും. കാരണം അത് ഒരു പാസീവ് മെഡിറ്റേഷൻ ആയിരിക്കും. കാരണം നമ്മളവിടെ മൂവ് ചെയ്യുന്നില്ല, ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ മൈൻഡിനെ നിരീക്ഷിക്കാൻ പറ്റണം. ഈ ഒരു എബിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ വിവേക ബുദ്ധി വർദ്ധിക്കും, നിരീക്ഷണം കൂടുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും പിന്നെ ഗുരുജിയുടെ ഒരു ചിന്ത ഉണ്ട്, ചിന്തകളിൽ നിന്ന് ഒഴിയണമെങ്കിൽ ധ്യാനിക്കണമെങ്കിൽ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം ഈ നിരീക്ഷണം ചെയ്യുവാണെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകളെയൊക്കെ വരുന്നത്. അങ്ങനെ കുറേ നിർവചനങ്ങൾ ഇപ്പം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ആ ചിന്തകളൊക്കെ വരുമ്പം നമ്മൾ അതിനെ നിരീക്ഷിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട്, അതാണ് ഫസ്റ്റ് ഫേസ്. അടുത്തത് പറയുന്നത്, ധ്യാനിക്കണമെങ്കിൽ പിന്നെ ചിന്തകളിൽ നിന്ന് മുക്തനാവണം, ഫ്രീ ആയിരിക്കണം. അപ്പോൾ ആ ധ്യാനം എന്തായിരിക്കും? അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഫേസ് ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിരീക്ഷണം പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കർത്തൃത്വബോധം ഒന്നും എടുക്കണ്ട. നിരീക്ഷകൻ സത്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ സത്യം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അപ്പോഴാണ് പ്രകാശിക്കുന്നത്. കാരണം മനസ്സിനകത്തെ ഓരോ ചിന്തകളെ നമ്മൾ എടുത്തു കളഞ്ഞാൽ ആ മനസ്സിനകത്തെ ആ ചിന്തകൾ കുറയുമ്പോൾ ഒരു നിശ്ചല മനസ്സായിട്ട്, ധ്യാനാത്മക മനസ്സായിട്ട് മാറിയിട്ടാണ് അതങ്ങനെ മാറുന്നത്. അപ്പോൾ ഇന്ന് അതാണ് ഗുരുജി പറഞ്ഞ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ആത്മസാക്ഷാത്കാരമല്ലാതെ വേറെ ഒന്നിനും പോകരുത്. പിന്നെ അത് മാത്രമല്ല, ഒരു സാധകൻ അറിയേണ്ട ഒരു കാര്യോട് എന്താണെന്ന് പറഞ്ഞാൽ, അത് ഈ നിരീക്ഷണം ചെയ്യുമ്പം അവനവനെ തന്നെ നിർവചിക്കാനുള്ള ആ ഒരു പ്രവണത അവന് തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ നിർവചനം എന്നുള്ള വാക്കാണ് ഗുരുജി ഉപയോഗിക്കുന്നത്, ചിന്തയെക്കാട്ടിൽ നല്ലത്. കാരണം നിർവചനം എന്ന് പറയുമ്പം അത് ആ വാക്കിനൊരു ഗൗരവമുണ്ട്, ഗുരുജി പറയുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ ചിലത് വ്യാഖ്യാനിച്ചെടുക്കും. ആ വ്യാഖ്യാനം പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ ഭൗതികതയിൽ നിൽക്കുമ്പം പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഗീതയ്ക്കകത്ത് സെക്കൻഡ് പാരഗ്രാഫ് അതായത് സാഖ്യയോഗത്തിൽ പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ 62-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദറ്റ് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അതിൽ ഒരുവൻ പിന്നെ പെട്ടുപോകുമ്പം അവിടെ ആസക്തി ഉണ്ടാവും, അതായത് സംഘം ഉണ്ടാവും. ആസക്തി ഉണ്ടാവുമ്പം പിന്നെ അതിൽ നിന്നും ജനിക്കുന്നതാണ് നമ്മുടെ മോഹം, അഭിലാഷങ്ങൾ. ആ അഭിലാഷങ്ങളിൽ നിന്നും പിന്നെ എന്തോ ഉണ്ടാവും? ക്രോധം. അതായത് ഈ ഷഡ്വരികൾ, കാമ, ക്രോധ, ലോഭമോഹ, മത, മാത്സര്യം, ഇത് ഉണ്ടാവും. ഇപ്പം ഈ പ്രോസസ്സ് നടക്കുമ്പം എന്താ, ബഹിർമുഖത്വം ഉള്ള ഒരു മനസ്സാണ്. അപ്പോൾ പുറത്തായിരിക്കും എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരുമ്പം അവന് എന്തായിരിക്കും, അവൻ്റെ ഓരോ പേഴ്സണാലിറ്റി. ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാ, തിയററ്റിക്കലി എല്ലാവർക്കും ഒന്നാണ്. പക്ഷേ ഓരോരുത്തർക്ക് അവരുടെ ആ മെൻ്റൽ കോമ്പസിഷനും ഫിസിക്കൽ കോമ്പസിഷൻ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിയോട് അവർക്ക് ഭയങ്കര ആസക്തിയുണ്ട്. ആ ആസക്തി ഉള്ളതും കൊണ്ട് അതിൻ്റെ എക്സ്പ്രഷൻസും അതിന് അനുചിതമായിട്ട് വരേണ്ട രീതിയിൽ അവന് ഉണ്ടായ ഈ അനുഭവങ്ങൾ, ഈ പറഞ്ഞ ഈ വികാരങ്ങളെല്ലാം ഓരോരുത്തരും ഓരോ രീതിയിൽ നിർവചിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം അവൻ്റെ നിർവചനത്തിൻ്റെ ബേസിസിലായിരിക്കും അവനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ പേഴ്സണാലിറ്റി ലെവൽ വരും. ആ പേഴ്സണാലിറ്റി ലെവൽ വരുമ്പം ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ വെവ്വേറെ ആയിട്ട് തോന്നും. അങ്ങനെ വരുമ്പം അത് നിർവചനങ്ങളാണ്. ഇപ്പോൾ ഈ നിർവചനങ്ങളായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുന്നത് കൂടുതലും. അപ്പോൾ ഒരു സാധകൻ എന്താണ് ചെയ്യേണ്ടത്? ചിന്തകൾ എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഈ നിർവചനം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതും കൊണ്ടാണ്. ബിക്കോസ് ഈച്ച് ഇൻഡിവിജ്വൽ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഹിസ് തോട്ട്സ് ബേസ്ഡ് ഓൺ എ കോമൺ തിങ്. അപ്പോൾ അങ്ങനെ വരുന്നതും കൊണ്ടാണ് അവർ പറയുന്നത്, ഒരു സാധകന് ആ ചിന്തകൾ അല്ലെങ്കിൽ അവൻ്റെ ആ നിർവചനങ്ങളിൽ നിന്നും അവന് മുക്തനാവണമെങ്കിൽ
അവൻ ആ ഓരോ ചിന്തയും നിരീക്ഷിക്കണം. എന്നിട്ട് നിരീക്ഷിച്ചിട്ട് ഇതിനെ എങ്ങനെ തുണ്ടിക്കളയും, എങ്ങനെ എടുത്ത് കളയും. പറയുന്നത് ആ ഓരോ നിർവചനങ്ങളുടെ പ്രാമാണികത്വം അത് തേടണം എന്ന് പറഞ്ഞാൽ അത് എത്ര ഒത്തൻറ്റിക് റിയലാണെന്ന്, ശരിയാണെന്ന്. എങ്ങനെ ചില ദർശനങ്ങൾ, ഹിന്ദു ദർശനങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ആത്മീയ ആശയങ്ങളുണ്ട്, അത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലുള്ളതാണ്. അതിനനുസരിച്ച് അവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില നിർവചനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായി അല്ലെങ്കിൽ നമ്മുടെ നിർവചനം, അപ്പോൾ അത് കാണിക്കുന്ന ആ മനസ്സിൻ്റെ പൊള്ളത്തരാണ്. അപ്പം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യരുത്, അതിനെ അപ്പോഴേ കളയണം. നിരീക്ഷണം ചെയ്തു, എന്താണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ ബഹിർമുഖത്വമായ ഒരു മനസ്സ് അത് പോയി പലതും കണ്ടു, എന്നിട്ട് മോഹമുണ്ടായി, ക്രോധമുണ്ടായി, ഇങ്ങനെയൊക്കെ വന്നപ്പം ഇതൊക്കെ ഉണ്ടായപ്പം ഈ ഗീത തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ്, മനോരോഗങ്ങളാണെന്ന്. ഈ ചിന്തകളെല്ലാം അത് മനുഷ്യന് അസ്വസ്ഥത വരുത്തുന്നതാണ്. ആ മനോരോഗം ഉണ്ടെങ്കിൽ ആ മനോരോഗത്തിനെ ചികിത്സിക്കണം. ആരാ ചികിത്സിക്കുന്ന? ഒരു ഗുരു സാമീപ്യം വേണം. ഗുരു നിർദ്ദേശിക്കുന്ന ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് ഇല്ലാതാക്കും. അപ്പോൾ അവിടെ ആ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രാമാണികത്വം അവിടെ ഉണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ചിന്ത ക്രോധ ബേസ് ചെയ്തത് ശരിയല്ല. അപ്പോൾ അങ്ങനാണെങ്കിൽ എന്തോ ചെയ്യണം? നിനക്ക് ക്രോധം ഉണ്ടെങ്കിൽ ഓർത്തോണം, ആ ഒരു നിർവചനം നിന്നെക്കുറിച്ചുള്ള നിനക്ക് ഉള്ളിൽ ഉണ്ടായത്, നിന്നെ നിർവചിച്ചു, ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടവനാണ്, അങ്ങനെ നീ സെൽഫ് ഡിഫൈൻ ചെയ്തു, അത് നമ്മൾ ബഹിഷ്കരിക്കണം. നമ്മളത് പെതുക്കെ എടുത്ത് കളയണം. അത് പക്ഷെ നല്ല ബോധത്തോടെ നിരീക്ഷിച്ച് പലതവണ നിരീക്ഷിക്കണം. അപ്പം നിരീക്ഷണം ഒരു സാധനയാണ്. നിരന്തരം സാധന ചെയ്ത് അത് കണ്ടിട്ട് വേണം ഇതിനെ മാറ്റാൻ. അപ്പോൾ അതാണ് മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണ്? അപ്പോൾ ഈ ഒരു അടിസ്ഥാനരഹിതമായിട്ട് അല്ലേ നമ്മൾ ഇങ്ങനെ പ്രാപഞ്ചിക സത്യത്തിനെ നമ്മൾ ഉൾക്കൊള്ളൂല, പിന്നെ വേണ്ടാധീനം ചിന്തിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ തരം ചിന്തകൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് അവനവൻ്റെ ഇഷ്ടപ്രകാരം നടക്കുകയെന്ന് പറഞ്ഞാൽ അവനൊരു ബോഡിയുണ്ട്, ശരീരമുണ്ട്, ആ മനസ്സുണ്ട്. ആ ശരീരത്തിന് പിന്നെ എക്സ്പ്രഷൻസ് അത് പ്രകടിപ്പിക്കാനുള്ള അവന് ആ വെമ്പലുണ്ടാവുമല്ലോ. അപ്പോൾ അവന് അതനുസരിച്ച് ഈ രീതിയിൽ അവന് വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ നിർവചിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്താ ഗുരുജി പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഇത്രയും മാത്രം ഒരു സാധകൻ ചെയ്താൽ മതി. അതായത് അവൻ്റെ പൊള്ളത്തരം ഉള്ള ആ മനസ്സ് സൃഷ്ടിച്ച് ഓരോ നിർവചനങ്ങളെ പൊളിച്ച് കളയുക. പൊളിച്ച് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുന്നത്? മൈൻഡിൽ വേണ്ടാധീനം നിർവചനം ഇല്ലെങ്കിൽ അത് ഒഴിഞ്ഞു വരുമ്പം അതെന്തായിട്ടാണ് മാറുന്നത്? ഒരു ധ്യാനാത്മക മനസ്സായിട്ട് മാറും. ധ്യാനാത്മക മനസ്സിനകത്ത് വരുമ്പം എന്തോ പിന്നെ ഡെവലപ്പ് ചെയ്യും, വിവേകബുദ്ധി ഡെവലപ്പ് ചെയ്യും. വിവേകബുദ്ധി നന്നായിട്ട് തിരിച്ചറിയും. അതിന് നന്നായിട്ട് എന്തോ തിരിച്ചറിയാൻ പറ്റും, ചിലത് ശരിയല്ലെന്ന്. അത് വർദ്ധിച്ചു വരുമ്പം നിരീക്ഷണം നന്നായിട്ട് വരുവാണ്. ആ നിരീക്ഷണം നന്നായിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്താണോ മൈൻഡ് സൈലൻ്റായിട്ട് നിശ്ചലമാകുമ്പോൾ തത്വം നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഉണ്ട്, അതിങ്ങനെ പ്രകാശിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ശാന്തതയിലോട്ട് പോകും. ആ ശാന്തതയിൽ പോകുമ്പം എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ ആ ബോധവികാസം നടക്കുന്നതിനൊപ്പം ഈ പിന്നെ മൈൻഡ് ക്ലാരിറ്റി വരുമ്പം ഒരു പ്യോർ മൈൻഡ്, വിമലമായ സിമ്പിളായിട്ടുള്ളൊരു മൈൻഡ്, പ്യോർ മൈൻഡിനകത്ത് ആ പ്യോർ മൈൻഡ് എന്തിൻ്റെ തുല്യമാണ്? ഇറ്റ്സ് ഇക്വലൻ ടു ദ ഹാർട്ട്. അപ്പോൾ ഹാർട്ടിനകത്തുള്ള ആ സമഗ്രമായ ആ പിന്നെ വികാരങ്ങളുണ്ടാവും. പ്രേമം, പിന്നെ ദയ, സഹിഷ്ണുത, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതും അനുഭവിക്കണം, ശാന്തത അനുഭവിക്കണം. ഈ പിന്നെ വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പം പിന്നെ സൈലൻസിലോട്ട് വരുവാണെങ്കിൽ, നിശ്ചലത്തിലോട്ട് പോകുവാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന? ആത്മരതിയിൽ, ആത്മസ്മൃതിയിൽ. അപ്പം നമ്മുടെ മെഡിറ്റേഷൻ ആത്മസ്മൃതിയുടെ തലത്തിലായിരിക്കണം.
ഇതാണ് ഗുരുജി ഈ വൃത്തത്തിലെ ശൂന്യത പറഞ്ഞത്. പ്രാക്ടിക്കലായിട്ട് ഗൈഡൻസ് തരുന്നു നമുക്ക്. അങ്ങനെ പല ഗൈഡൻസും ഇങ്ങനെ വൃത്തത്തിലെ ശൂന്യതയിൽ കിട്ടുന്നതാണ്. പിന്നെ അത് ഉറപ്പ് വരുത്തുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ധ്യാന സെൻറ്ററിൽ കിട്ടുന്നത്. ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ ഈ വൃത്തത്തിലെ ശൂന്യതയിൽ ഒരു സാധകൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം, അല്ലെങ്കിൽ ആ എത്തുന്നതിന് മുന്നേ ഉള്ള തടസ്സങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എങ്ങനെ ആ സാധകൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തണം, ഇതെല്ലാം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സാധനാ മനസ്സ് വരുന്നതിന് മുന്നേ ഒരു ഭൗതികമായിട്ടുള്ളൊരു മനസ്സിലൂടെയാണ് കടന്നു വന്നത്. അതിൻ്റെ ബേസ് എന്താണ്? പല പല ഭാവനകളിൽ കൂടിയും ചിന്തകളിൽ കൂടിയും ഇൻ്റർപ്രിട്ടേഷൻസിലും കൂടിയാണ് അത് കടന്നു വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബേസ് കാരണം എന്താണ്? മൈൻഡിൻ്റെ തലങ്ങളും അതിൻ്റെ വാസനകളുമാണ്. ആ ചിന്തകളെല്ലാം നമ്മളുണ്ടാക്കുന്നത്, ആ ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം നമ്മളുണ്ടാക്കുന്നത്. അതേ മനസ്സോടുകൂടി നമ്മൾ സാധനയിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അത് നമ്മളിൽ നിന്നും വിട്ടുപോകുന്നില്ല. എന്നാൽ സാധനയിൽ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്താണ്. അവനവനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അത് മാറുന്നില്ല. ഭൗതികനായിരുന്നാലും സാധകനായിരുന്നാലും ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷെ ഭൗതികൻ അത് തിരിച്ചറിയുന്നില്ല. സാധനയിലേക്ക് വരുമ്പം സാധകൻ അത് തിരിച്ചറിയുന്നു. പക്ഷേ മനസ്സെന്താണ്? ഭൗതിക മനസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മനസ്സിലൂടെ സാധന ചെയ്ത് മുന്നോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴെന്ത് പറ്റും? അവിടെ അതേ ഭാവനയും ഇൻ്റർപ്രിട്ടേഷൻസും ഇതെല്ലാം വാസനകളെല്ലാത്തിലും കൂടിയാണ് അവൻ സാധന പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെങ്കിലും റൂട്ട് മാറി മാറിപ്പോകും. അവിടെയാണ് ഒരു സാധകന് നിരീക്ഷകൻ എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തിപ്പെടേണ്ടത്. ആ നിരീക്ഷകനിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ മൈൻഡിനെ കാമാക്കിയാൽ മാത്രമേ സാധിക്കൂ. മൈൻഡ് കാമാവുമ്പോൾ അവിടെ എങ്ങനെ മൈൻഡ് കാമാവും? മൈൻഡിനെ വാച്ച് ചെയ്യുമ്പോൾ, മൈൻഡിനെ നോക്കുമ്പോൾ മാത്രമേ മൈൻഡ് കാമാവുകയുള്ളൂ. അല്ലാത്തപ്പോൾ എന്ത് പറ്റും? മൈൻഡ് തോന്നുന്ന രീതിയിൽ പോകും. ഇടയ്ക്കൊരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ ക്യാമറ വെച്ചിട്ട് നമ്മളെ ഫേസ് ചെയ്യുമ്പോൾ എന്ത് ചിന്തിക്കും? നമ്മളൊന്ന് ബോധവാനാവും. അതുപോലെയാണ് നമ്മുടെ മൈൻഡിനെ നോക്കേണ്ടത്. നോക്കുമ്പോൾ മൈൻഡ് ശാന്തമാവും. ശാന്തമാവുമ്പോൾ അവിടെ എന്ത് പറ്റും? നിരീക്ഷണം സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? കാംനെസ് വരികയും ആ ലക്ഷ്യം ഉറയ്ക്കുകയും ചെയ്യും. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. മാറിപ്പോവില്ല, വഴി മാറിപ്പോകത്തില്ല. ഈ ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം മനസ്സിൻ്റെ വാസനകളാണെന്ന് പറഞ്ഞല്ലോ. അതിനെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം എന്നുള്ളത് നോക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു ബീച്ചിൽ പോവുകയാണ്. ശംഖുമുഖം കടപ്പുറം തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ബീച്ചിൽ പോയിട്ട് അവിടെ തിരമാലകൾ വരുന്നുണ്ട്. എന്നാൽ കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ എന്താണ്? കടൽ ശാന്തമാണ്. അതേ ഇത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതേ അവസ്ഥയാണ് നമ്മുടെ മനസ്സും. ഭൗതികമായിട്ടുള്ള മനസ്സ് എങ്ങനെയാണ്? ഈ തിരമാലകൾ ഇങ്ങനെ വന്ന് അടിഞ്ഞ് പോയി വീണ്ടും വരും, വീണ്ടും പോവും. അങ്ങനത്തെയാണ് ഭൗതികമായിട്ടുള്ള മനസ്സ്. എന്നാൽ ഒരു സാധകൻ്റെ മനസ്സോ ആ ആഴത്തിലോട്ടാണ്, ആ ശാന്തമായിട്ടുള്ള കടലിലോട്ടാണ്. അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ഇറങ്ങും തോറും ഈ തിരമാലകളിൽ നിന്നും മാറി 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 ശാന്തമായിട്ടുള്ള ഒരു പ്രതലത്തിലേക്ക് എത്തും. അവിടെയാണ് യഥാർത്ഥ സത്യം ഇരിക്കുന്നത്. ആ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സാധകരുടെ ഓരോ യാത്രയും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ സാധകർ ഈ ഇൻ്റർപ്രിട്ടേഷൻസിൽ പിടിക്കുന്നത്? കാരണം നമുക്കൊരു മിഥ്യാധാരണയുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിതാണ്, നമ്മൾ ഈ ശരീരമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ എന്താണ് നമ്മുടെ ക്യാരക്ടറാണ്, നമ്മൾ ഈ സ്വഭാവമാണ് നമ്മൾ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ നമ്മൾ. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഈ നിരീക്ഷകൻ ഉണരുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. എന്താണ് നമ്മുടെ ഉന്മ, എന്താണ് നമ്മളിലെ സത്ത, ഇത് തിരിച്ചറിയാൻ നമ്മൾ ആ ശാന്തമായിട്ടുള്ള ഭാവത്തിലെത്തുക. ആ 3 തലങ്ങളുണ്ട്, നമ്മുടെ എനർജി ലെവൽസ് എന്ന് പറയും, സത്വരജ തമോ ഗുണങ്ങൾ. ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഈ തിരിച്ചറിയാൻ പറ്റുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഇതിനും അപ്പുറം നിലനിൽക്കുന്ന ഒരു ഊർജ്ജമാണ് എന്നുള്ളൊരു ബോധം വരും. ഇവിടെ നമ്മൾ ഗുലു വയ്ക്കുമ്പോൾ, ബൊമ്മഗുലു വയ്ക്കുമ്പം ഗുരുജി പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മളും പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമില്ല. ആ പ്രപഞ്ചത്തിൽ എന്താണോ കാണുന്നത് അത് തന്നെയാണ് നമ്മൾ, അത് തന്നെയാണ് നിൻ്റെ ഉന്മ.
അത് തന്നെയാണ് നീ മനസ്സിലാക്കേണ്ടത്. അതാണ് ആത്മസാക്ഷാത്കാരം, വേറൊന്നുമല്ല. പ്രപഞ്ചത്തിലുള്ള എല്ലാം നമ്മൾ തന്നെയാണ്, അതിലുള്ളതെല്ലാം നമ്മളിലും ഉണ്ട്. ഈ തിരിച്ചറിവ് വരിക എന്നുള്ളത് മാത്രമാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ സാധകർക്കും ആ ശാന്തമായ ഒരു മനസ്സിനുടമ ആവാൻ സാധിക്കട്ടെ, ആ നിരീക്ഷകനിലേക്ക് എത്താൻ സാധിക്കട്ടെ, അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും സാധിക്കട്ടെ. എങ്ങനെ? ഒരു പുഴ സമുദ്രത്തിലേക്ക് എത്തും പോലെ ഫ്രീ ഫ്ലോ ആയിട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി. വൃത്തത്തിലെ ശൂന്യത, ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ബോധപ്രാപ്തൻ്റെ വാക്കുകൾ എപ്പോഴും ആ ബോധത്തെ ചൂണ്ടിക്കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ആ വാക്കുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു സാധകൻ്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. കാരണം ബോധപ്രാപ്തൻ എപ്പോഴും ആ സഞ്ചരിക്കുന്നവരെ, ആ ബോധത്തിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ഉള്ള മാർഗങ്ങളാണ് ഈ എഴുത്തുകളിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരു ആത്മീയപാതയിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഗുരു ആദ്യം പറയുന്നത് നമ്മൾ സാധനയാണ്. നമ്മളിപ്പം ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ അഭ്യസിക്കാൻ തുടങ്ങുമ്പം ഗുരു നമ്മുടെ അടുത്ത് ആദ്യം പറയുന്ന ഒരു സാധനാ മാർഗം നമുക്ക് പറഞ്ഞു തരും. ഒരു സാധന നീ അനുഷ്ഠിക്കണം. അത് ഓരോരുത്തർക്കും അവരുടേതായ മനോതലം അനുസരിച്ച് മനസ്സിലാക്കിയാണ് ഗുരു തരുന്നത്. പക്ഷേ നമ്മളെന്താ ചെയ്യുക? ഈ ഗുരു തന്നിരിക്കുന്ന സാധനയെ, ഗുരുവിൻ്റെ ബോധപ്രാപ്തം തരുന്നിരിക്കുന്ന ആ ഒരു വജ്രായുധമാണ് നിന്നെ അറിയാൻ, നിൻ്റെ ആത്മാവിനെ അറിയാൻ, ആ സത്യത്തെ അറിയാനായിട്ട് തന്നിരിക്കുന്നതാണ്. എന്നാലോ മനസ്സിൽ നിൽക്കുന്ന നമ്മളെന്താ ചെയ്യുക? ഈ സാധനയെ കൊണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താ, സിമ്പിളായിട്ട് നമ്മൾ നോക്കിയാൽ എനിക്കൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല ശരീരത്തിന് നല്ല ഒരു ആരോഗ്യം കിട്ടണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പം യോഗമാർഗത്തിൽ തന്നെ പോയാൽ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു ജസ്റ്റ് ഒരു കോൺടെംപ്ലേഷന് വേണ്ടി പറയുന്നതാണ്. അതിൽ യഥാർത്ഥത്തിൽ രണ്ടുണ്ട് യോഗമാർഗത്തിൽ തന്നെ, അന്തരംഗ ബഹിരംഗ യോഗയുണ്ട്. ഇപ്പോൾ യോഗമാർഗത്തിൽ ഇപ്പം നമ്മൾ സമൂഹത്തിലെടുത്ത് നോക്കിയാൽ ബഹിരംഗ യോഗയെക്കുറിച്ചിട്ട് ആർക്കും അറിയണ്ട. കാരണം അവർക്കെല്ലാം വേണ്ടത് യമനിയമങ്ങൾ ആരും പാലിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് പ്രാണായാമം, പിന്നെ എന്താണ് ആസനങ്ങൾ. ഇതിൽ രണ്ടുമാണ് അഷ്ടാംഗ പതാഞ്ജലി യോഗ മഹർഷി പറഞ്ഞത്, ഇതിൽ മാത്രം നിൽക്കുകയാണ്. പ്രത്യാഹാരമോ ധാരണയോ ധ്യാനമോ ഇതിനെക്കുറിച്ച് ആർക്കും അറിയേണ്ടില്ല, കാര്യമില്ല. അവർക്ക് ഈ ഫോക്കസ് കാണുമെന്ന് വെച്ചാൽ ഇത് രണ്ടും ശരീരം, ഞാൻ യോഗ ചെയ്താൽ എനിക്ക് നല്ലൊരു ശരീര ആരോഗ്യം കിട്ടും, എനിക്ക് അസുഖങ്ങൾ വരില്ല, ഐ ആം ഹാപ്പി. അപ്പം ഗുരുവിൻ്റെ വാക്കുകൾ അതാണ് ആദ്യം പറയുന്നത്. നീ ചെയ്യുന്ന സാധന എന്തിനു വേണ്ടിയിട്ടാണ്? ആ പറയുന്ന സമാധി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യബോധം നിന്നിലില്ലാതെ നീ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു സാധനാ മാർഗം പിന്തുടരുന്നത് കൊണ്ട് അർത്ഥമില്ലെന്നാണ് ആദ്യം പറയുന്നത്. ഈ ഒരു ചിന്ത നിന്നിൽ വന്നാൽ മാത്രമേ ഈ ചിന്തകൾക്ക് ആധാരമായിട്ടിരിക്കുന്ന, ഗുരുജി പറയുന്നത് വ്യാഖ്യാനങ്ങൾ, അവിടെ നോക്കുമ്പം ഗുരു പറയുന്നത് ഈ വ്യാഖ്യാനങ്ങൾക്ക് എല്ലാം അടിസ്ഥാനം എന്താണ്? ഞാനെന്ന ബോധം. എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കിരണങ്ങളാണ് നമ്മളെ ആക്ച്വലി ഫുൾ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുരു പറയുന്നത് നീ അതിലേക്ക് നോക്കൂ. ഇപ്പം പിന്നെ ഞാൻ യോഗമാർഗത്തിലേക്ക് ഒരു ദൃഷ്ടാന്തം എടുക്കുകയാണ്. യമനിയമങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ, അഹിംസ. ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഒരു തോട്ട് വരുമ്പം ജസ്റ്റ് നമ്മളൊന്ന് നോക്കുക, ഈ പറയുന്നതിൽ ശരിക്കും ഒരു അഹിംസയുണ്ടോ? ആരെങ്കിലും നമ്മൾ ഹിംസിക്കുന്നുണ്ടോ? നമ്മൾ അസ്തേയം, ആരെങ്കിലും നമ്മൾ മോഷ്ടിക്കുന്നു പറഞ്ഞാൽ ആ വാക്കിനല്ല, ആ മോഷ്ടിക്കുക എന്ന് വെച്ചാൽ ഒരാളുടെ സ്നേഹത്തെ നമുക്ക് മോഷ്ടിക്കാൻ കഴിയും. അത്രയും ആ ഒരു സൂക്ഷ്മമായ തലത്തിൽ നമ്മൾ ഒരാളെ ശരിക്കും നമ്മൾ സ്നേഹിക്കുക. കുടുംബത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ കണക്കുകളാണോ അവിടെ വേണ്ടത്? ശരിക്കും ദർ ഷുഡ് ബി നോ സ്റ്റീലിംഗ് ഇൻ എവറി വാക്സ് ഓഫ് യുവർ ലൈഫ്.
ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ. ഇപ്പോൾ ബ്രഹ്മചര്യം എന്താണ്? ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല. യു ഫോക്കസ് യുവർ എനർജി ഓൺ ദ ട്രൂത്ത്. നീ എന്താണോ ക്രിയേറ്റീവ്, യു ക്യാൻ ഫോക്കസ് യുവർ എനർജി ഓൺ എനി ക്രിയേറ്റീവ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. അതായിരിക്കണം. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി. ഇത് തന്നെയാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്. അപ്പം ഈ ചിന്തകളെ വരുമ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് യമം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപരിഗ്രഹം എന്ന് പറയും, അതായത് നോൺ അറ്റാച്ച്മെൻറ്റ്. ഒരു കാര്യത്തിനോടും നമ്മൾ അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പം ആ അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാം പല ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി. അപ്പം ഡ്യൂട്ടിഫുള്ളായിരിക്കുക, അറ്റാച്ച്ഡ് ബട്ട് ഡിറ്റാച്ച്ഡ് എന്നാണ് ഗുരു പറയുന്നത്. ആ രീതിയിൽ അപ്പം ഇതെല്ലാം നമ്മൾ വരുന്ന ചിന്തകളെ ഈ പറയുന്ന ഇനിയിപ്പം നിയമങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ നോക്കുക എന്താണ്, നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ശൗചം എൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ സ്വാധ്യായം നമുക്ക് ആർക്കുമില്ല. ബേസിക് ടെക്സ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ എത്ര പേര് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? അത് വരണം. അത് വന്നാലേ നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വൃത്തി ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മളിലുള്ള വൃത്തിയാണ് സമൂഹത്തിൽ വരുന്ന വൃത്തി. അപ്പം അതിൽ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശൗചം വന്നു. ശൗചം വന്നു കഴിഞ്ഞാൽ എന്താ പറ്റും? ഓട്ടോമാറ്റിക്കലി നിന്നൊരു സന്തോഷം വരും. ആ സന്തോഷം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ സ്ട്രാറ്റയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് പറയുന്നത്? തപസ്സിലേക്ക് പോകും. അപ്പം യു വിൽ ബി ഫോക്കസിങ് ഓൺ എ പെർട്ടിക്കുലർ ദിസ് തിങ്. അതാണ് ഒരു ധ്യാനാത്മക മനസ്സെന്ന് പറയുന്നത്. ആ ധ്യാനാത്മക മനസ്സ് സൈലൻ്റ് ആയിരിക്കും. ആ ഫോക്കസിങ് വുഡ് ബി ഓൺ വാട്ട്? ദാറ്റ് സത്ത ഓർ ദ ട്രൂത്ത്. ആ സത്തയിലേക്ക്, ആ ട്രൂത്തിലേക്ക് നീ വന്നാൽ ഫൈനലിൽ നിനക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈശ്വര പ്രണിധാനമാണ്. ആ പൂർണ്ണമായ സമർപ്പണമാണ് അവിടെ നടക്കുന്നത്. ആ സമർപ്പണം എന്തിൻ്റെ സമർപ്പണമാണ്? നിൻ്റെ അഹത്തെ, നിൻ്റെ ശരീരമെന്ന ബോധത്തെ, നിൻ്റെ വാസനകളെ സകലതും നീ ഈശ്വരൻ്റെ മുമ്പിൽ നീ സമർപ്പിക്കുകയാണ്. ആ സമർപ്പിക്കുന്നിടത്തോളം ആ സമയം, ആ മോമെൻറ്റ് നീയായിത്തീരും, ആ സത്തയായിത്തീരും. ആ മൗനം, ആ സൈലൻസ്, ആ ധ്യാനം, ആ സമാധി, ആ ഗുരുബോധ ബിന്ദുക്കൾ, ഇത് തന്നെയാണ് സത്യമെന്ന് പറയുന്ന ആ പരമസത്യത്തിലേക്ക് നമ്മൾ വഴുതി വീഴും. ഹരി ഓം ശ്രീ ഗുരുഭ്യോ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ സത്തയെ തിരിച്ചറിയുക, അല്ലെ ആധ്യാത്മ ചൈതന്യത്തെ അംശഭൂതമായിരിക്കുന്ന നമ്മളെ സ്വയം അതിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ സാധനാദി കാര്യങ്ങൾ അനുഷ്ഠിക്കണം. എന്താണ് സാധനാദി കാര്യങ്ങൾ? സാധന എന്ന് പറയുമ്പോൾ നമുക്ക് ധ്യാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരാരാധന, ഇതൊക്കെ സാധനയുടെ ഭാഗമാണ്. അടുത്ത വരുന്ന സ്വാധ്യായം എന്ന് വെച്ചാൽ പുസ്തക പാരായണം. മഹാപുരുഷന്മാർ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ആന്തരിക യാത്രയുടെ വഴിയിലേക്കുള്ള ആ യാത്രയ്ക്ക് നമുക്ക് പ്രചോദനമായിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. അടുത്തത് നിധിധ്യാസനം. എന്താണോ നമ്മൾ ആർജിച്ചത്, എന്താണോ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്, അതിനെക്കുറിച്ച് മനനം ചെയ്യുക. അടുത്തതാണ് ആത്മവിചാരം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആത്മവിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സത്തയെ അറിയാൻ, അല്ലെ ആത്മാവിനെ അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് ആ മഹാപുരുഷന്മാരുടെ ടീച്ചിങ്സ്. അപ്പോൾ ആ ടീച്ചിങ്സ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് മനനം എന്ന് പറയുന്ന ഒരു ആന്തരിക യാത്ര നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വൃത്തത്തിൻ്റെ ശൂന്യത നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സാധന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട് സാധന ചെയ്യണം? അവൻ്റെ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധന അനുഷ്ഠിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സാധന അനുഷ്ഠിക്കുമ്പോൾ പല ഘടകങ്ങളും നമ്മൾ നിലകൊള്ളുന്നുണ്ട്. ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹം എന്ന് പറയുന്ന ഞാനെന്ന ഭാവം. അപ്പോൾ ഇതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, അതിലൂടെ നമ്മൾ കടന്നു പോകണം. ശരീരത്തെക്കാളും പ്രബലമാണ് മനസ്സ്, മനസ്സിനേക്കാളും പ്രബലമാണ് ബുദ്ധി, ബുദ്ധിയേക്കാളും പ്രബലമാണ് ചിത്തം, ചിത്തത്തെക്കാളും പ്രബലമാണ് അഹം. അപ്പോൾ
അഹത്തിൻ്റെ ഓരോ ധാരകളും ഇവയിലെല്ലാം സ്പർശിക്കുന്നുണ്ട് ഞാനെന്ന ഭാവം. അപ്പോൾ അഹം മനസ്സുമായി കൂടി നിൽക്കുന്ന സമയത്ത് ആ നമ്മളുടെ വികാര വിചാരങ്ങളും നമ്മളുടെ വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ട് നമ്മളെ മനോവ്യാപാരങ്ങളും ഒക്കെ വളരെ സങ്കീർണമാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്, മനസ്സ് എന്തുകൊണ്ട് നമുക്ക് ആ സത്തയെ അറിയാൻ നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടണം, സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം മനസ്സ് എപ്പോഴും നിൽക്കുന്നത് ശരീരത്തിനോട് ചേർന്നാണ്. അപ്പോൾ ശരീരത്തിനെ എന്തുകൊണ്ട് പിൻബലമാക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ശരീരത്തിൻ്റെ സഹായമില്ലാതെ മനോവ്യാപാരങ്ങൾ മനസ്സിന് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുണ്ട്, മനസ്സ് പലതും ശരീരത്തിനപ്പുറമുള്ള മനസ്സ് ബുദ്ധിയിലേക്കും ചിത്തത്തിലേക്കൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വ്യാഖ്യാനങ്ങളിലൂടെ ഓരോന്നിനെയും ഓരോ ധാരണകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ധാരണകൾ പിന്നീട് ആശയങ്ങളായി മാറുന്നു, അവൻ ഒരാശയത്തിൽ ജീവിക്കുന്നു. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവനിലെ യഥാർത്ഥ സത്യത്തെ മറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എപ്രകാരമാണോ നമുക്ക് അതിൽ നിന്നും വ്യതിചലിച്ച് നമുക്ക് ലൈഫിലേക്ക് ആന്തരിക യാത്ര നടത്താൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സത്തയെ അറിയുന്നുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിൽ വേണം ഊന്നിയുള്ള സാധനയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചിന്തയും ഓരോ നിർവചനങ്ങളായി നമ്മളിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അടുത്തറിയുക, ഓർക്കുക. നമ്മൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒന്നും നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒപ്പം നമ്മൾ ആ പ്രസൻറ്റ് കണ്ടീഷനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അപഗ്രഥിച്ച് കാണാൻ നമുക്ക് ശ്രമിക്കണം. കാരണം ഒരു പ്രാമാണികത്വവും ഇല്ല എന്നുവെച്ചാൽ ഒരു ആധികാരികതയും ഇല്ലാത്ത ഒരു നിർവചനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരീരഭാഷയുടെ അല്ലെങ്കിൽ നമ്മളുടെ ആന്തരിക വികാസത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നവയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഓരോ ചിന്തയിലും ഓരോ വ്യാഖ്യാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ എത്രമാത്രം കുരു കഴിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മളിലുണ്ടാകുന്ന ആ വ്യക്തിബോധത്തിൽ നിന്നുണ്ടാകുന്ന വികാസ പരിണാമങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന എന്തെല്ലാം ഘടകങ്ങൾ നമ്മളിലുണ്ടോ അതിനെയെല്ലാം നമ്മൾ വേർതിരിച്ചറിയാൻ സാധിക്കണം. ആ വേർതിരിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ പറയും അടിസ്ഥാനരഹിതമായ പല പ്രാപഞ്ചിക സത്യങ്ങളും നമ്മളോട് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് പൊട്ടത്തരമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സ് പലതരം കസർത്തുകളിലാണ് ജീവിക്കുന്നത്. അല്ലെ പല ശരീരത്തിൽ പല മനോവ്യാപാരങ്ങൾ അപ്ലൈ ചെയ്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ കുടുങ്ങി നിൽക്കുന്നു, മുന്നോട്ട് പ്രയാണം ചെയ്യാൻ സാധിക്കുന്നില്ല. എത്രമാത്രം നമ്മൾ അധപ്പതിക്കുന്നു അത്രമാത്രം നമ്മൾ ആ മനസ്സിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥ ആ സത്യബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സാധനയെ ബലപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിന് ശ്രമിക്കാം. ഓരോരുത്തർക്കും അത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അതായത് ഒരു സാധകന് അവൻ്റെ യാത്രയിൽ, അതായത് ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ അവനുണ്ടാകുന്ന തടസ്സങ്ങളെപ്പറ്റി അവൻ മനസ്സിലാക്കാനുള്ള അതാണ് ഗുരുജിയുടെ പറയുന്നത്. അതായത് ഒരു സാധകനെ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രമകരമായൊരു പണി തന്നെയാണ്. അതിന് നമ്മൾ നിരന്തരം നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ചിന്തകളെ നമ്മൾ ഓരോ നിമിഷവും നമ്മളിലുണ്ടാകുന്ന ആ ചിന്തകളെ നമ്മൾ വാച്ച് ചെയ്ത് അവ ഉണ്ടാകുന്ന എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യത്തിൽ അത് നമ്മളിൽ ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു ബോധം, നമ്മളുടെ ഏതൊക്കെ ഊർജ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ ചിന്തകൾ മാറി മാറി വരുന്നത് എന്നുള്ള ആ ഒരു അപ്പോൾ ആ ചിന്തകളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധന ചെയ്തേ പറ്റുള്ളൂ. കൃത്യമായ സാധന ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം സാധന എന്ന് പറയുമ്പോൾ പലരും
കരുതുന്നത് അത് നമുക്ക് ഭൗതികമായ കാര്യങ്ങളിൽ ഉള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് സാധന. അതാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആ വഴി തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി സാധന ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ സാധന കൃത്യമായിട്ട് ചെയ്യുമ്പോൾ, അല്ലെ ആ നിരീക്ഷണം നമ്മളിൽ നടക്കുമ്പോൾ അതിൻ്റെ ആധികാരികത നമുക്ക് ആ ചിന്തകളിൽ എത്രമാത്രം നമ്മളുടെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളുടെ ചിന്തകളിൽ ഉള്ള ആധികാരികത, അതായത് വെറും ശരീരത്തോടുള്ള ആ ഒരു പ്രാധാന്യം ആയിരിക്കും മിക്കവാറും എല്ലാ ചിന്തകളും നമ്മളിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ സാധന കൃത്യമായിട്ട് ചെയ്ത് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആ ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മനസ്സിൻ്റെ ആ പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതെങ്ങോട്ടാണ് കൊണ്ടുവന്നത്, ശരീരത്തോടാണ്, അല്ലാതെ നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അപ്പോൾ ഈ അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്വസിദ്ധമായ ഒരു മനസ്സിൻ്റെ, അല്ലെ നമ്മുടെ ആ യാത്രയുടെ അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു. അപ്പോൾ അതായത് ആ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്ര വളരെ സുഗമമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ എല്ലാ സാധകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഗുരുജിയുടെ ഒരു വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ആണ്. അപ്പോൾ അത് നന്ദചേട്ടൻ ആദ്യമേ വായിക്കുകയുണ്ടായി. ഓരോ സാധകരും അവരവരുടെ വീക്ഷണങ്ങൾ, അവരവരതിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് സാധനയിൽ അധികം ആഴത്തിൽ പോയുള്ള അനുഭവജ്ഞാനം കുറവാണ്. എന്നിരുന്നാലും അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നിരീക്ഷണവും നിരീക്ഷകന് വരുന്ന തടസ്സത്തിനെ പറ്റിയുമാണ് ഈ ഒരു വൃത്തത്തിലെ ശൂന്യതയിൽ ഗുരുജി അതിൽ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ ഏത് മാർഗത്തിലൂടെ പോകുമ്പോഴും ഒരു സാധകന് വന്നെത്തേണ്ടത് ഒരു നിരീക്ഷകൻ അവൻ ഉടലെടുക്കണം. നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ അവൻ ഒരു വെണ്ണകൂട്ട് ഭൗതികരമായ അല്ലെന്നുണ്ടെങ്കിൽ ഭൗതികതയെന്നും അവിടെ ആധ്യാത്മികതയെന്നും ഇല്ല, എന്തിനേയും അവൻ ഒരു വെണ്ണകൂട്ട് ഒട്ടാതെ മാറി നിന്ന് ആ സാക്ഷീകരണത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഏത് മാർഗത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ചെന്നെത്തുന്നതിൻ്റെ കാമ്പ് അതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു നിരീക്ഷകനായി നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ പാതയിലൂടെയും അവൻ്റെ അന്ധകരണ ഘടന അനുസരിച്ചായിരിക്കും അവൻ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൽ ഗുരുജി ഒന്ന് പറയുന്നത് നമുക്കും തോന്നിയിട്ടുള്ളത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ പിന്നെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനെ പറയുന്ന നമ്മളിലെ പിന്നെ വിറ്റ്നസറിനെ ഉണർത്തും. അല്ലെന്നുണ്ടെങ്കിൽ സാക്ഷിയായിട്ട് നമുക്ക് നിരീക്ഷകനായിട്ട് നിൽക്കാൻ സഹായിക്കും എന്നുള്ളത്. ഇതിൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും, നമ്മൾ ഓരോ നിമിഷവും ഓരോ വിഷയവുമായിട്ട് മനസ്സ് സദാ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എന്നിൽ നിന്നും എനിക്കത് മനസ്സിലാകുന്നത്. അപ്പം അവിടെ നമ്മളുടെ ഓരോ വ്യാഖ്യാനങ്ങൾ, അത് നമ്മൾക്ക് വ്യക്തികളിലോട്ട് നമ്മൾ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. നമ്മുടെ സമൂഹവും കുടുംബവും വർക്ക് ചെയ്യുന്നിടത്തും ഒക്കെ നമുക്കറിയാം. ഇനിയും അതിലുപരി അതെല്ലാം വെളിയിൽ നിൽക്കുന്നതാണെങ്കിലും സ്വന്തം ഇതിൽ തന്നെ ഗുരുജി അതിൽ പറയുന്നുണ്ട്,
ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ മറ്റുള്ള സുഖങ്ങളോ മനസ്സിൻ്റെ ശാന്തതയ്ക്കോ വേണ്ടി കൂടെയല്ല ആ നിരീക്ഷകനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആധ്യാത്മികതയിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ എന്ന് പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ പല വ്യാഖ്യാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ എൻ്റെ ഇച്ചിരി അടുത്ത് നിൽക്കുന്ന ആ ശരീരത്തിനും പോലും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പം അത് ആ പറയുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ നമ്മൾ പോകരുത് എന്ന് പറയുന്നത് ഒരു ഉയർന്ന അവസ്ഥയാണ് പറയുന്നത്. കൂടാതെ ആ വ്യാഖ്യാനങ്ങളെല്ലാം പോകുന്നത് നമ്മളുടെ ശരീരത്തിനെ ബേസ് ചെയ്ത്, നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ നേട്ടങ്ങളും ആ പറയുന്ന വ്യാഖ്യാനങ്ങളെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത്. അത് ഒരിക്കലും ഒരു ഉയർന്ന അതായത് ഇപ്പോൾ രാധയ്ക്ക് സദാ രാധ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭഗവാനെ പറ്റിയാണ്. മുറ്റം തൂക്കുമ്പോഴായാലും പാത്രം കഴുകുമ്പോഴായാലും ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രഹ്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ആ ഡയമെൻഷനിലാണ് രാധയുടെ ആ ഫ്ലോ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഫ്ലോ മൊത്തം കിടക്കുന്നത് ആ ശരീരത്തിനെ ബേസ് ചെയ്താണ്. അത്തരത്തിലുള്ള ഒരു കീഴോട്ടുള്ള ഒരു ഊർജ്ജത്തിൻ്റെ ഒഴുക്കാണ് നമ്മളിലുണ്ടാകുന്നത്. അപ്പം ഒരു അപ്വേഡ് ഒരു ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ധ്യാന വീതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മളുടെ ഒരു ഊർജ്ജത്തിൻ്റെ മുകളിലോട്ടുള്ള ഒഴുക്ക് രാധയ്ക്കുണ്ടായിരുന്ന എന്താണോ എക്സ്പീരിയൻസ്, അത് അവരവരുടെ ആ ഈഗോയെയും ആ ഹൃദയത്തിനെയും വിശാലമാക്കുന്നതനുസരിച്ച് ആ ഊർജ്ജം ഒഴുകുന്നത്. പിന്നെ ഇതിൽ നമ്മളുടെ സാധനാ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മളുടെ മനസ്സും നമ്മളുടെ വാസനയും ഇതെല്ലാം തടസ്സമായി വരുന്നിടത്താണ് ഒരു ഗുരു എന്ന് പറയുന്ന സങ്കല്പം. കാരണം മറ്റെല്ലാം നമ്മളുടെ മുന്നിൽ നിമിത്തമായി മാത്രമേ നിൽക്കുകയുള്ളൂ. ഒരു ഗുരു നമ്മളെ ഡയറക്റ്റ് വിമർശിക്കുകയും ശാസിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്ന ഈ പറയുന്ന വ്യാഖ്യാനങ്ങളെ എല്ലാം പൊളിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു കയറി വരും. അപ്പോൾ അതിൽ നമ്മൾക്ക് എത്രമാത്രം സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ആ പറയുന്ന വാസനയും കളയുമ്പോൾ ഈ നിമിഷം എന്ന് പറയുന്ന ഒരു ലഹരിയിലേക്ക് നമുക്ക് പോകാനായിട്ട് മാത്രമാണ് അവിടെ ഗുരു നമ്മളെ വിമർശിക്കുന്നത്. അപ്പം ആ ഒരു നിമിഷത്തിലേക്ക് കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ ആ ഒരു സാക്ഷീകരണത്തിന് സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചു. ഹരി ഓം. നമസ്തേ. നമ്മളെല്ലാവരും ഒരു സെൻറ്ററിലൊന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ അത് ധ്യാന കേന്ദ്രം ആയിക്കോട്ടെ, അമ്പലത്തിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാവരും ഹാപ്പിനെസ് തേടുവാണ്. അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് നമ്മളുണ്ട്, അല്ലെങ്കിൽ എന്തോ നമുക്ക് കിട്ടാൻ നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ദൂരെ നിന്നൊക്കെ നമ്മളിവിടെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങോട്ട് വരില്ലല്ലോ അല്ലേ. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങോട്ട് വരുവാണ്. പക്ഷേ ആ വന്നു കഴിയുമ്പം നമ്മൾ അമ്പലത്തിൽ വരിക, പ്രാർത്ഥിച്ചിട്ട് പോവുക, കുറേ വഴിപാട് ചെയ്ത് പോയി കഴിഞ്ഞ് മാത്രമല്ലാതെ ആ ലക്ഷ്യത്തിലോട്ട് നമുക്ക് ലക്ഷ്യം സ്ട്രോങ് ആവുന്നില്ല. ആ ലക്ഷ്യം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആക്ച്വലി അമ്പലത്തിലോട്ട് പോകത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ് അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകും. ഇപ്പം ഒരു നല്ലതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് IAS ആവണമെങ്കിൽ അതിൻ്റെ മൈൻഡിൽ വേറെ ഒരു തോട്ട്സും കാണില്ല. വി വിൽ കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ IAS. അത് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ആലോചിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ 3 മണിക്കൂർ സിനിമ കാണുമ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഇവിടെ പോയി. നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊന്നും ആ സമയത്ത് അവിടെ കാണത്തില്ല. ആ സൗണ്ട് എഫക്റ്റും ഇതൊക്കെ നമ്മൾ മറന്നു പോകും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നേരത്തെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഓഫീസിലെ ടെൻഷനൊക്കെ വെച്ച് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ആ ഒരു 3 hours നമ്മളത് മാറ്റും, നമ്മളൊന്നും ഓർക്കത്തില്ല. അത് അവിടെ പറ്റുവാണെങ്കിൽ ഇവിടെയും ഉറപ്പായിട്ടും പറ്റും. ഇപ്പം നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരു സെൻറ്ററിൽ വരിക, എന്തോ ഒരു ലക്ഷ്യം നമുക്ക് വന്ന ആ ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ ആ ലക്ഷ്യത്തിൽ പിടിച്ചു നിന്നിട്ട് അവിടെ ഈ സത്യം പറഞ്ഞ നമ്മുടെ ശരത്ത് പറയുന്ന പോലെ, യോഗയിൽ പറയുന്ന പോലെ യമം നിയമം അവിടെ അത് ചെയ്യാതെ തന്നെ ഇത് നടന്നോളും. ഇപ്പം ഒരു ഭക്തനാണെങ്കിൽ, കൃഷ്ണനാണ് അവൻ്റെ ഉപാസകനാണെങ്കിൽ അവൻ അതിനെല്ലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ പറയുക, വേറെ ഒരു ലക്ഷ്യവും ഇതും പ്രശ്നങ്ങളൊന്നും അവിടെ വരത്തില്ല. നമ്മൾ തന്നെ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്, എത്രയോ പേര് IAM-ലും അല്ലെങ്കിൽ IAS കിട്ടിയ ആൾക്കാർ, ചിലർ വെറും പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തിലാണ്, പക്ഷെ അവരുടെ ലക്ഷ്യം സ്ട്രോങ് ആയിരുന്നു. ഇപ്പം
ലക്ഷ്യം സ്ട്രോങ് ആക്കുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ കോളേജുണ്ട്, ബുക്സുണ്ട്, പഠിപ്പിക്കാൻ ടീച്ചറുണ്ട്. പഠിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം. അത് ടീച്ചറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആർക്കും ഇതായിട്ട് ഒരു റോളും ഇല്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയാലും എക്സ്റ്റേണൽ എന്തെല്ലാം ഫിലോസഫി പറഞ്ഞാലും വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി. ഇപ്പം ഞാൻ ഈ രാവിലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ആൻറ്റി ഇങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്തൊരു ഭയങ്കര ഫേമസ് ഒരു നർത്തകി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആമ്രപാലി. ഇപ്പോഴും ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവരെന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ ആ പ്രകൃതിയിലുണ്ടായ ചേഞ്ച് കാരണമാണ് അവരുടെ മുദ്രകൾ വെച്ച് അവരുടെ ഡാൻസ് കളിച്ച് ഭയങ്കര ഫേമസ്. ഇപ്പോഴും നമ്മൾ ഇപ്പോഴെങ്കിലും വായിച്ചു നോക്കിയാൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ലേഡിയായിരുന്നു ആമ്രപാലി. അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അവരുടെ ഡാൻസ് എന്ന് അവർ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവർ ആ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പം തോട്ട്സും ഇല്ല, പ്രസൻസും ഇല്ല, പാസ്റ്റും ഇല്ല, ഒന്നും അവർ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു ഇൻഡയറക്ട്ലി ഗോപികമാരും ചെയ്തുകൊണ്ടിരുന്നത്. ആ നിമിഷത്തിൽ ഇരുന്നപ്പം വേറെ വീട്ടിൻ്റെ പ്രശ്നങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ലക്ഷ്യം സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറൊക്കെ താനെ പൊയ്ക്കോളും. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമസ്തേ. ഓം ഗുരുഭ്യോ നമ. നമ്മുടെ മനസ്സ് സദാ നിർവചിക്കുകയാണ്. മനസ്സ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ നിർവചനങ്ങളാണ്, നിർവചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷത്തിലും നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ കാണുന്ന പല ആൾക്കാരും അവരുടെ മനസ്സുകൊണ്ട് ആ സിറ്റുവേഷനെ നിർവചിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സാധനയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഉള്ള എന്താണ്. നമുക്ക് വേറെ നേടിയെടുക്കാൻ വേണ്ടി അസുഖമോ രോഗമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ഉള്ളിലെ ആ ചിന്തകൾ, അതിനൊരു ശമനം കിട്ടണം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിർവചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാണാത്ത ഒരു വ്യക്തിയെ ആദ്യ നിമിഷത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നിർവചിക്കുകയാണ്. ഈ നിർവചനം നമ്മളിൽ ഉണ്ടാക്കുന്നത് വലിയ ഒരു ധാരണയല്ല, തെറ്റിദ്ധാരണയാണ്. ഒരു ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് വലുതായിട്ട് ഒന്നുമില്ല. അദ്ദേഹം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെ അഴിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുക നമ്മുടെ ഈ മനസ്സിൻ്റെ തലത്തിൽ നിന്നിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പം ഈ സ്പിരിച്വാലിറ്റി എന്താണ്, ഒരാളെ കാണുമ്പോൾ അവരിതാണ് അതാണ്. ഇതൊക്കെ തന്നെ നമ്മൾ ഈ ശരീരം, ഈ മനസ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. സാധനയിലേക്ക് എത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്സഹായത തിരിച്ചറിയുന്നത് സാധനയിലൂടെയാണ്. കാരണം മനസ്സിന് അപ്പുറത്താണ് കാര്യങ്ങൾ, നിർവചനങ്ങൾക്ക് അപ്പുറത്താണ് കാര്യങ്ങൾ. അപ്പം അതിന് പ്രസൻറ്റ് മൂമെൻറ്റ്, ഈ നിമിഷത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ സത്തയിലേക്കുള്ള യാത്ര സുഗമമാവട്ടെ. അതിന് നമ്മളുടെ തന്നെ ആന്തരികയിലെ ബോധബിന്ദുവായിട്ടുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരിയോം. ഹരിയോം. ഗുരുജിക്കും സഹസാധകർക്കും പ്രണാമം. ഇന്ന് സത്സംഗത്തിനായി ഗുരുജി നൽകിയ വൃത്തത്തിലെ ശൂന്യതയിൽ സാധകന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന നിർവചനങ്ങളുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്നു. സത്ത നിശ്ചലതയിൽ നിലനിൽക്കുന്നു എന്നും അത് അനുഭവിക്കണമെങ്കിൽ മനസ്സിനെ നിശ്ചലമാക്കണമെന്നും അത് അറിഞ്ഞനുഭവിച്ച ഗുരു ഉപദേശിക്കുന്നു. മനസ്സിനെ ചിന്തകൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മനസ്സിനെ നിശ്ചലമാക്കുവാൻ, ഈ നിമിഷത്തിൽ നിൽക്കുവാനുള്ള പ്രാപ്തി സാധകൻ പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്. അത് നിരന്തരമായ സാധനയിലൂടെ മാത്രമേ സാധ്യമാകൂ. സാധനയിൽ ശ്രദ്ധ ഏകാഗ്രമാകുമ്പോൾ ചിന്തകൾ കുറഞ്ഞു വരുന്നു. അങ്ങനെ മനസ്സിനെ ചിന്തകൾ ഒഴിഞ്ഞ ധ്യാനാത്മക മനസ്സാക്കി പരിവർത്തനപ്പെടുത്തുവാൻ നിരന്തരമായ സാധന മാത്രമാണ് ഒരേ ഒരു പോംവഴി. സാധകൻ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഗുരുജി മുന്നറിയിപ്പ് നൽകുന്നു. സാധനയിൽ പ്രവേശിക്കുമ്പോൾ മനസ്സ് അതിനെ ശക്തമായി ചെറുക്കും. കാരണം മനസ്സിന് ചിന്തകളുടെയും ഭാവനകളുടെയും ഓർമ്മകളുടെയും ലോകത്ത് വിഹരിച്ച് അഹത്തിനെയും വാസനകളെയും തൃപ്തിപ്പെടുത്തുവാനാണ് താല്പര്യം. അതിനായി മനസ്സ് സാധകനെ സാധനയിൽ നിന്നും പുറകോട്ട് വലിക്കുന്നു. അതിനുവേണ്ടി മനസ്സ് തന്നെ ചിന്തകൾക്ക്
നിർവചനങ്ങൾ നൽകി അവയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ നിർവചനങ്ങളിൽ പോകുമ്പോൾ അവ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ ഉള്ള കർമ്മങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. അവ കർമ്മബന്ധനങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ ലക്ഷ്യബോധമുള്ള സാധകൻ ഗുരുവചനങ്ങളെ മാത്രം പ്രമാണമായി സ്വീകരിക്കുന്നു. അപ്പോൾ മനസ്സ് പടച്ചുവിടുന്ന നിർവചനങ്ങളുടെ പൊള്ളത്തരങ്ങൾ അവന് ബോധ്യമാകുന്നു. ഇത്തരം നിർവചനങ്ങൾ ഇന്ദ്രിയങ്ങൾ വഴി ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള മനസ്സിന്റെ കാപട്യങ്ങളാണെന്ന് ആ സാധകൻ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ടതാണ്. മനസ്സിന്റെ നിർവചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഗുരുവചനങ്ങളെ മാത്രം പ്രമാണം ആക്കുന്നു. അങ്ങനെയുള്ള സാധകർക്ക് മാത്രമേ സാധന അതിൻ്റെതായ പവിത്രതയോടെ പരിശീലിക്കുവാൻ കഴിയൂ. ഗുരുവിലുള്ള സമർപ്പണവും കൃതജ്ഞതയും ചിത്തശുദ്ധിയും സാധനയിലുള്ള ആത്മാർത്ഥതയും സാധകനെ ഈ നിമിഷത്തിൽ നിൽക്കുവാൻ പ്രാപ്തനാക്കുന്നു. 1-2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല ഈ അവസ്ഥ. അതിനായി കാലങ്ങളോളം സാധന തുടരുവാൻ ലക്ഷ്യബോധമുള്ള സാധകൻ തയ്യാറാവുന്നു. അവൻ മനസ്സുകൊണ്ട് നിർവചനങ്ങളെ സൃഷ്ടിക്കുന്നതിന് പകരം സാധനയിലൂടെ സ്വായത്തമാക്കിയ ധ്യാനാത്മക മനസ്സിൽ നിലനിന്ന് നിരീക്ഷകനെ ഉണർത്തുന്നു. വിവേകബുദ്ധിയുടെ സഹായത്താൽ ആ നിശ്ചലതയിൽ നിലനിന്ന് നിരീക്ഷണം സൂക്ഷ്മമാകുമ്പോൾ മാത്രമേ തൻ്റെ ഉണ്മയിലെത്തുവാൻ കഴിയൂ എന്ന് അവൻ തിരിച്ചറിയുന്നു. ഹരിയോം. ഹരിയോം. ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത പോലെ ശൂന്യമാകണം നമ്മൾ. വൃത്തത്തിലുള്ളത് എനർജി മാത്രമാണ്. എനർജി മാത്രം എന്ന് പറയുമ്പോൾ ഒരേപോലെ അകത്തും പുറത്തും അതിൻ്റെ സെൻറ്ററിലും എല്ലാം വിസ്ഥാപനം ചെയ്യപ്പെട്ട ഒരെനർജി. ആ എനർജിയെ നമ്മൾ എങ്ങനെ പ്രാപ്തമാക്കാം, അതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ആദ്യകാലങ്ങളിലൊക്കെ ഓരോ ദിവസങ്ങളിലും ഓരോ സഹസ്രനാമം ജപിച്ചു നോക്കി. അവസാനം ഈശ്വരന്മാർ തമ്മിൽ അടിക്കും എന്ന് നമുക്ക് സംശയം ഉണ്ടായപ്പോൾ നമ്മൾ വഴി തേടി. പിന്നീട് നമ്മൾ നേർച്ചകൾ പലത് ചെയ്തു നോക്കി. ഉരുണ്ട് ശരീരം മുഴുവൻ വിള്ളലുകൾ ഉണ്ടാക്കി നെയ്വിളക്ക് കത്തിച്ച് കുറേ നെയ്യ് നമ്മൾ ചിലവാക്കി. ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ എന്തോ ഒരു കാര്യം ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണം രണ്ടാണ്. ഒന്ന്, ആഗ്രഹത്തിന് അന്ത്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നശ്വരമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അങ്ങനെ മീലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഒരാൾ പൊക്കത്തിൽ നിലവിളക്ക് സമ്മാനിച്ചു, കാര്യങ്ങളൊന്നും നടന്നില്ല. അവസാനം നമ്മൾ തീരുമാനിച്ചു പൊക്കമില്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ ആധാരമാക്കി അദ്ദേഹത്തിൻ്റെ പാദം പ്രണമിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഇഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടണം. അപ്പോൾ പിന്നെ നമ്മുടെ ആലോചന ഈ നഷ്ടപ്പെടാത്ത സാധനം എന്താണെന്നാണ്. പല സാധനങ്ങളും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി. എല്ലാത്തിനും കാലാവധിയുണ്ട്, നമ്മളടക്കം. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗുരു നമ്മളോട് പറഞ്ഞു സാധന ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ചോദിച്ചത് സാധന എന്ന് പറഞ്ഞാൽ എന്താണ് സാധന, ഈ സാധനം എന്താണെന്നാണ് നമ്മൾ ഗുരുവിനോട് ചോദിച്ചത്. അപ്പോൾ ഗുരു പറഞ്ഞു ഒരിടത്ത് സ്വസ്ഥമായി കണ്ണുമടച്ചിരുന്നാൽ ഈ സാധന നമുക്ക് ചെയ്യാം. നമ്മൾ സ്വസ്ഥമായി കണ്ണുമടച്ച് അങ്ങനെ ഇരുന്നു.
ആദ്യമൊക്കെ സമയം കൂട്ടാൻ വേണ്ടി മൊബൈലെടുത്ത് അടുത്ത് വെച്ച് അലാറം കൊടുത്തു, അതുവരെ കണ്ണു അടച്ചിരുന്നു. ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അന്ന് വരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഉള്ളിലൂടെ ഒരു പ്രവാഹം പോലെ പോയി. അലാറം അടിച്ചതുപോലും നമ്മൾ കേട്ടില്ല. അപ്പോൾ ഗുരുവിനോട് നമ്മൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാനൊന്ന് കണ്ണടച്ച് സ്വസ്ഥമായി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് സ്വസ്ഥത ഒട്ടും കിട്ടുന്നില്ല, ഇതെന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നിൻ്റെ ചിന്തയാണ് നിൻ്റെ പ്രശ്നം. നമ്മൾ നോക്കിയപ്പോൾ ലോകത്തിലുള്ള സകല നല്ല ചിന്തകന്മാർ അവരെല്ലാം അവരുടെ ചിന്ത കൊണ്ട് ലോകത്തെ സമ്പന്നമാക്കിയവരാണ്. പിന്നെ നമ്മുടെ ചിന്തയ്ക്ക് മാത്രമുള്ള പ്രശ്നം എന്താണ് എന്നായി പിന്നത്തെ അന്വേഷണം. അപ്പം നമ്മുടെ ചിന്തയ്ക്ക് മാത്രം എന്ത് കുഴപ്പം എന്ന് നമ്മൾ ഗുരുവിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുകൂടെ നീ അങ്ങോട്ടൊന്ന് സൂക്ഷിച്ച് നോക്ക്, നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മുടെ ഈ ശരീരത്തിന് അഭിനിവേശമുണ്ടാക്കുന്ന ചിന്തകളെ നമുക്കുള്ളൂ. ഈ ശരീരത്തിന് അഭിനിവേശമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് സുഖമുണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചിന്തിക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിർവചിക്കാൻ തുടങ്ങി. എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കൂടെ വരുന്നത്, അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നിർവചനം എന്താണ് അതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ ശരീരമാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ആഭിമുഖ്യം, സ്നേഹം, ഇതൊക്കെയാണ് അതിന് പ്രധാന വിഷയമായി നമ്മളിൽ വരുന്നത് എന്ന് നമുക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യമായപ്പോൾ പിന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചിന്ത വന്നപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നിർവചനം, അതിൻ്റെ ആധികാരികത എന്താണ്, അതിൻ്റെ പ്രാമാണികത്വം എന്താണ്, എന്തെങ്കിലും ഒരു പ്രാമാണികത്വം അതിനുണ്ടോ, അതിനൊരു ആധികാരികതയുണ്ടോ, അത് സത്യസന്ധമാണോ എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ആ പ്രാമാണികത്വത്തെക്കുറിച്ച്, നമ്മുടെ ചിന്തയിലെ പ്രാമാണികത്വത്തെക്കുറിച്ച്, ആധികാരികതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴും നമ്മൾ എത്തേണ്ടടുത്തെത്തി. നമ്മുടെ ശരീരത്തോടുള്ള അഭിനിവേശമല്ലാതെ യാതൊരു വിധമായ പ്രാമാണികത്വവും ഈ ചിന്തകൾക്കൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ പ്രാമാണികത്വത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി, ആ ആധികാരികത്വത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പം നമുക്ക് മനസ്സിലായി, നമ്മുടെ ഉള്ളിൽ ശരീരത്തിനും അകത്ത് ഒരാളുണ്ട്. അത് നമ്മുടെ മനസ്സാണ്. മനസ്സിനെ അധികം നിർവചിക്കാനൊന്നും പോകണ്ട. ആടിനെ തോല് കാണിച്ച്, തൂപ്പ് കാണിച്ച് കൊണ്ടുപോയിട്ട് വെള്ളം ചെവിയിലൊഴിച്ച് വെട്ടിക്കൊല്ലുന്ന ഏർപ്പാടാണ് മനസ്സിനുള്ളത്. ഇതാണ് നമ്മുടെ കുഴപ്പം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതല്ലാത്ത ഈ ആധികാരികത്വം, ശരിക്കും ആധികാരികത്വമായുള്ള എന്ത് ചിന്തയാണ് നമ്മളിലേക്ക് വരേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നേരത്തെയുള്ള ഗുരുചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാത്തതിനെ തന്നെ ഇഷ്ടപ്പെടണം. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ആൽബർട്ട് ഐൻസ്റ്റീൻ ആയാലും അരിസ്റ്റോട്ടിലായാലും ആരായാലും പറഞ്ഞിരിക്കുന്നതെല്ലാം ഒന്നിനെക്കുറിച്ച് മാത്രമാണ്. അത് ശ്രീ ശങ്കരാചാര്യനും അതുതന്നെയാണ് പറഞ്ഞത്. ഈ യൂണിവേഴ്സിൽ നമ്മൾ ഉൾപ്പെട്ട, നമ്മളെയും കൂടി ഉൾക്കൊള്ളുന്ന ഈ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നതായി അനശ്വരമായി ഒന്നേ ഉള്ളൂ. എത്ര നമ്മൾ പിടിച്ചാലും ഒരിക്കൽ നമുക്ക് പോകണം. ഏത് വസ്തുവിനെ നമ്മളെടുത്ത് പരിശോധിച്ചാലും ഒരിക്കൽ അതിനൊരവസാനമുണ്ട്. അപ്പം നമ്മളോട് ശാസ്ത്രത്തിൽ ആധികാരികതയുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നു, ഒരു ഊർജത്തെയും നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല.
അതിന് രൂപാന്തരത്വം വരുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ആ സത്യം എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു. ഒരിക്കലും നാശമില്ലാത്ത മാറ്റങ്ങൾ മാത്രമുള്ള ആ എനർജി എവിടെയാണ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ നിരീക്ഷണവും അത് ഗുരുപ്രസാദം പോലെ കിട്ടുന്ന അതിൻ്റെ പാഠവും ആ നിരീക്ഷണ പാഠവത്വവും അത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ വെള്ളത്തിൽ ചേരുന്ന മോര് പോലെയാണ്. മോരിനെന്താ സംഭവിക്കുക? മോരായാലും പാലായാലും വെള്ളത്തിലോട്ടൊഴിച്ചാൽ വീണ്ടും പാല് തന്നെയാണ് കിട്ടുന്നത്, ഡൈലൂട്ടാകും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പാലിൻ്റെ അവസ്ഥ എന്തായി? പാലില്ലാതെയായി. എന്നാൽ വെള്ളമുണ്ടോ? വെള്ളവുമില്ല. ഇനി പാലും വെള്ളവും കൂടി ഒരുമിച്ച് കലർന്നാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഒരാളെ വിളിച്ചു. അദ്ദേഹത്തിനൊരു കഴിവുണ്ട്. പാലും വെള്ളവും കലർന്ന മിശ്രിതത്തിലേക്ക് അദ്ദേഹം കൊക്ക് പതുക്കെ അങ്ങോട്ട് വയ്ക്കും, ചുണ്ട്, എന്നിട്ട് വലിച്ചെടുക്കും. അദ്ദേഹം വലിച്ചെടുത്താൽ പാല് മാത്രമേ വരൂ. വെള്ളം വെള്ളമായി പാലിനെ ഉൾക്കൊണ്ടു. അപ്പം നമ്മൾ വിചാരിച്ചു ഇതാണ് ശരിയായ വിദ്യ. അങ്ങനെ അദ്ദേഹത്തിൽ വീണ്ടും ശരണം പ്രാപിച്ചു. ശരണം പ്രാപിച്ചപ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് ഈ വലിയ ബോധത്തെ, അഖണ്ഡ ബോധത്തെ തിരിച്ചറിയാനുള്ള ശരിയായ തടസ്സം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗുരു പറഞ്ഞു, ചിന്ത മാത്രമല്ല, ചിന്തയ്ക്കകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ ചിന്തയ്ക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി. ഞാനാണ് ബ്രഹ്മം, ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് എടുക്കുന്നത്, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, അതിനെ അങ്ങ് കരിക്കണം. അതിന് ഗുരു ഒരു കാര്യം തന്നെ എഴുതി തുടങ്ങി. അന്ന് പോലെ എഴുതിയാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല, അഹങ്കരിക്കും. ഇങ്ങനെ പല വിധത്തിൽ താൻ നടന്നു വന്ന, താൻ അനുഭവിച്ചു വന്ന, താൻ എന്തൊക്കെയാണോ ഈ ലോകത്തിലുണ്ടായെന്ന് അതിൻ്റെ എല്ലാം പ്രാമാണികത്വം ആധികാരികമായി അനുഭവിച്ചറിഞ്ഞു പോയ ആ വലിയ മനുഷ്യൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് നമ്മൾ സമർപ്പണം ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലാകും, നമ്മുടെ ചിന്തകളും നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം ഒരിടത്തേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിക്കും. ശ്രദ്ധ നന്നായി നമ്മളിൽ ഉടലെടുക്കും. ആ ശ്രദ്ധ നിതാന്തമായി നിലനിർത്തണം. നിലനിർത്തുന്നതാണ് നമ്മളിലെ സ്വാഭാവികത. മേനി പിടിപ്പിക്കാൻ വേണ്ടി നമ്മളെ ആർക്കും വിട്ടുകൊടുക്കരുത് എന്നർത്ഥം. സ്വയം മേനി പിടിക്കുകയും ചെയ്യരുത്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തന്നെ അറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മളിലെ നിരീക്ഷകൻ പൂർണ്ണമായും ഉണരും. ആ നിരീക്ഷകൻ പൂർണ്ണമായും ഉണർന്നാൽ നിരീക്ഷണം പൂർണ്ണമായി സാധ്യമാകുന്നതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിലും ഈ എനർജി ഗുരുബോധ ബിന്ദുക്കൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയാൽ നമ്മളും ആ എന്തൊക്കെയാണോ എവിടൊക്കെയാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതെല്ലാം നമ്മളിൽ ഉണ്ടായിരുന്നതാണ്, ഉള്ളതാണ്, ഇനി അതുതന്നെയാകും ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് എന്ന വലിയ സത്യം നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിന് വേണ്ടി ആ ബോധ്യം വന്നവരുടെ യാതൊരു ഈഗോയും കൂടാതെ പൂർണ്ണമായും സാഷ്ടാംഗ നമസ്കാരം ചെയ്യുക. അങ്ങനെ നമസ്കാരം ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യമേ മാറും. നശ്വരമായ ഒരു ലക്ഷ്യവും നമുക്കുണ്ടാകില്ല. അനശ്വരമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ വൃന്ദാവനത്തിൽ രാധയെപ്പോലെ പ്രായമറിയാതെ കാലത്തിനതീതമായി കണ്ണൻ്റെ സാന്നിധ്യമായി, നിത്യസാന്നിധ്യമായി, അനശ്വരയായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുവാൻ പരമഗുരുവിൻ്റെ പ്രസാദം, ആ ദയ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരി. ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് ഞങ്ങളുടെ സാധകരോടൊപ്പം നിന്ന എല്ലാ ആത്മാന്വേഷികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. കൺക്ലൂഷൻ പറയാനായിട്ട് സാധിച്ചു.
നമ്മുടെ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത. ഇന്നിപ്പോ ഇവിടെ നടന്ന മെഡിറ്റേഷൻ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ആദ്യം സ്വാമി അമ്മ പറഞ്ഞു തുടങ്ങിയത്. ഗുരുജിയുടെ ഇവിടെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു. ടോട്ടൽ സൈലൻസിലൂടെയാണ് കടന്നു പോയത്. 4 മണിക്കൂർ പോയത് ആർക്കും അനുഭവപ്പെടില്ല. നിശബ്ദതയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. മനസ്സിനെ ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ഭൂതത്തിലോ ഭാവിയിലേക്കോ പോകില്ല. 4 മണിക്കൂർ പലരും അത്ഭുതപ്പെടും. മൈൻഡ് സൈലൻസിലാവുമ്പോൾ ഒരു ധ്യാനാത്മക മനസ്സിൽ നിന്നാണ് നിരീക്ഷണം സാധ്യമാവുന്നത്. വിവേകബുദ്ധി ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ആ കള്ള മനസ്സിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്. ചിന്തയിൽ നിന്നും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കർത്തൃത്വ ബോധം എടുക്കേണ്ട. ചിന്തകൾ കുറയുമ്പോൾ നിശ്ചല മനസ്സായി, ധ്യാനാത്മക മനസ്സായി അത് മാറിക്കൊണ്ടു. ഗീത തന്നെ പറയുന്നു, ചിന്തകൾ മനോരോഗമാണ്. നിരന്തരം സാധന ചെയ്തിട്ടാണ് അതിനെ മാറ്റേണ്ടത്. ബാലുജിയുടെ അഭിപ്രായത്തിലെ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത, ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പുള്ള തടസ്സങ്ങൾ എങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കാം? പല ഭാവങ്ങളിൽ കൂടിയും ചിന്തകളിൽ കൂടിയും കൂടിയാണ് കടന്നു വന്നത്. എന്നാൽ സാധനയിൽ വരുമ്പോൾ ലക്ഷ്യം തിരിച്ചറിയാം, അവനവനെ തന്നെ അറിയുക. മനസ്സ് ഭൗതിക മനസ്സാണ്. അപ്പോൾ അതെ, വാസനകൾ കൂടി ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിനെ നോക്കുമ്പോൾ മനസ്സിനെ ഒരു ക്യാമറ വെച്ച് നോക്കുന്നത് പോലെ നോക്കണം. ഇന്റർപ്രിട്ടേഷൻസ് എല്ലാം മനസ്സിന്റെ വാസനകളാണ്. തിരമാലകൾ ഉണ്ടെങ്കിലും ഉൾക്കടൽ ശാന്തമാണ്. സാധകന്റെ ആ ആഴത്തിലോട്ട് ശാന്തമായ പ്രതലത്തിലേക്കാണ്, അവിടെയാണ് യഥാർത്ഥ സത്യം ഇരിക്കുന്നത്. ശരജിയുടെ അഭിപ്രായത്തിൽ ബോധപ്രാപ്തന്റെ വാക്കുകൾ എപ്പോഴും ബോധത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. ബോധത്തിലേക്ക് എത്തുന്നവർക്കുള്ള മാർഗങ്ങളാണ്. ഓരോരുത്തരുടെയും മനോതലം അനുസരിച്ചാണ് സാധനാ ഗുരു സാധന തരുന്നത്. മനസ്സിൽ നിൽക്കുന്ന നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് അതിനെ ഉപയോഗിക്കുന്നു. ധ്യാനാത്മക മനസ്സ് ആ സത്തയിൽ, ആ ട്രൂത്തിൽ വന്നാൽ പൂർണ്ണ സമർപ്പണമാണ്. സകലതും ഈശ്വരൻ എന്ന ബോധത്തിൽ കൂടിയാണ്. ഗുരു ബോധമാകുന്ന ആ പരമ സത്യത്തിലേക്ക് നമ്മൾ വഴുതി വീഴും. നന്ദൻജി, സത്തയെ തിരിച്ചറിയുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കടന്നുപോയാലേ സത്യമറിയാൻ കഴിയും. മനനം എന്ന ആന്തരിക യാത്ര നടത്തേണ്ടതുണ്ട്. ഗുരുദാസ്ജി, വൃത്തത്തിലെ ശൂന്യത പോലെ ശൂന്യമാവണം നമ്മൾ. വൃത്തത്തിലുള്ളത് എനർജി മാത്രമാണ്. ആ എനർജിയെ എങ്ങനെ പ്രാപ്തമാക്കാം? ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടണം. ഇതിനായി നമ്മൾ സാധന ചെയ്യണം. നമ്മുടെ ഉള്ളിൽ, ശരീരത്തിനകത്തും ഒരാളുണ്ട്, നമ്മുടെ മനസ്സാണ്. ഇതാണ് നമ്മുടെ കുഴപ്പം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകളാണ് അവബോധത്തെ തിരിച്ചറിയാനുള്ള തടസ്സം. ചിന്തക്കകത്ത് അഹംബോധം, അഹംകരിക്കൂ, താൻ എന്തൊക്കെ, നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ച് ആ ചിന്ത നിതാന്തമായി നിലനിർത്തണം. അനശ്വരമായി ജീവിക്കാൻ പരമഗുരുവിന്റെ പ്രസാദം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇപ്പം വായിച്ച ഈ കാര്യങ്ങൾ എല്ലാ സാധകരുടെയും കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്ത കൺക്ലൂഷനാണ്. നിർവചനങ്ങൾ ബഹിർമുഖത്വമുള്ള മനസ്സിൽ നിന്നും ഉണ്ടാകുന്നു. ശരീരത്തിൽ നിന്നുമുള്ള ആസക്തി മൂലമാണ് ഉണ്ടാകുന്നത്.
ഈ നിർവചനങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഈ നിമിഷത്തിൽ നിന്ന് പ്രവർത്തിക്കുകയും ധ്യാനാത്മക മനസ്സ് വളർത്തിയെടുത്ത് നിരീക്ഷണം കൂടുമ്പോൾ അവനവന്റെ നിർവചനത്തിന്റെ പ്രാമാണികത്വത്തിന്റെ ഇല്ലായ്മ അറിയുമ്പോൾ അത് പൊഴിഞ്ഞു പോകുന്നതാണ്. ഒരു സാധകൻ അത് മാത്രം സത്യസന്ധതയോടെ ചെയ്താൽ നിർവചനങ്ങളിൽ നിന്ന് മുക്തനായിട്ട് സ്വാഭാവിക തലത്തിൽ സത്തയെ അനുഭവിക്കാൻ അവനെ പറ്റും.